ഇത്തരം വിവാദങ്ങളുണ്ടായപ്പോൾ എന്തായാലും ലാലേട്ടൻ വരുന്നുണ്ട്, നിങ്ങളുമായിട്ട് സംസാരമുണ്ട്. പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പറയുന്നു, ലാലേട്ടൻ നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു അന്ന്? ഓഫ് കോഴ്സ് സാറായിട്ട് ചെറിയ ഇതുണ്ട്, പക്ഷേ അതിന് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ സംസാരിക്കേണ്ടി വന്നിട്ടില്ല. ബിക്കോസ് ഇൻ ദ എൻഡ് ഓഫ് ദി ഡേ ഞാൻ ഇതിൻ്റെ ഒരു ക്രിയേറ്റീവ് ഡയറക്ടർ മാത്രമാണ്. ഷോ റൺ ചെയ്യുന്ന വേറെ ഒരുപാട് പേരുണ്ട് ഇതിൻ്റെ അകത്ത് അല്ലേ. എൻ്റെ സീനിയേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഏഷ്യാനെറ്റിൽ നിന്നുണ്ട്, എൻ്റെ മോളിൽ നിന്നുണ്ട്. അവരൊക്കെ ആയിട്ട് ഇത് സീരിയസ് ഡിസ്കഷൻ തന്നെയായിരുന്നു ആ ഒരു സമയത്ത്. ഓഫ് കോഴ്സ് ഇറ്റ് വാസ് എ ഹ്യൂജ് ഡിസ്കഷൻ. സാറിനെതിരെ ആണെങ്കിലും ഷോയ്ക്കെതിരെ ആണെങ്കിലും ഭയങ്കര അലിഗേഷൻസും കാര്യങ്ങളൊക്കെ വന്നൊരു സമയമാണ്. കാരണം ആ ഒരു സമയം കഴിഞ്ഞിട്ടാണ് എനിക്ക് തോന്നുന്നു ഒരു ചെറിയൊരു മെലോ ഡൗൺ ഓൺ എവറിത്തിങ്, യുനോ, ബിക്കോസ് ടിൽ ദാറ്റ് പോയിന്റ് ഐ തിങ്ക് ആ ഷോയുടെ ചേഞ്ച് സിമി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ടൈം വരെ ലാൽ സാർസ് എപ്പിസോഡ് വാസ് ഓൾവേസ് ഫയർ അല്ലേ. ഇപ്പം ഇന്നും എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാർ ഫയർ ആയിരുന്നു. പക്ഷെ സോ ദർ ഇസ് എൻ്റെ അടുത്ത് അങ്ങനെ ഞാൻ മാത്രമല്ല ഇതിൽ, ലോട്ട് ഓഫ് പീപ്പിൾ ഇൻവോൾവ്. എല്ലാവരുമായിട്ട് സംസാരം നടന്നിട്ടുണ്ട്. ഓഫ് കോഴ്സ് നടക്കുമല്ലോ കേട്ടോ, ബിക്കോസ് ഒരു ഇതാണത്, ഇറ്റ്സ് എ ബിഗ് തിങ് അല്ലേ. അപ്പോൾ എല്ലാവരും സംസാരിക്കുമല്ലോ. എന്തൊക്കെ മറച്ചു വയ്ക്കുന്നു, പറയാൻ ഭയപ്പെടുന്ന പോലെയൊക്കെ എനിക്ക് തോന്നുന്നു. എനിക്ക് നന്നായിട്ട് അറിയാവുന്ന വ്യക്തി ഹാഫിസൊക്കെ ഇങ്ങനെയല്ല. ഇല്ല, ഞാൻ സംസാരിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ അടുത്ത് പേഴ്സണലി സാർ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ടില്ല. ഇപ്പോൾ ഇത് ക്ലിയർ ആയിട്ട് പറയാൻ സംസാരിച്ചിട്ടില്ല. സാറ് സംസാരിച്ചിട്ടുണ്ടാവും ഫോർ ഷുവർ. ഇതിൻ്റെ അകത്ത് ഏഷ്യാനെറ്റ് സാറിന് അറിയാവുന്ന ഒരുപാട് പേരുണ്ടാവുമല്ലോ, കൊല്ലങ്ങളായിട്ട് അറിയാവുന്നവരുണ്ടാവും. അവരായിട്ട് സാർ ഡീറ്റെയിൽ ആയിട്ട് തന്നെ സംസാരിച്ചിട്ടുണ്ടാവും. ഐ വാസ് നോട്ട് ഇൻവോൾവ് ഇൻ ഇറ്റ്. അല്ലാതെ എനിക്ക് പേടിയായിട്ടോ ഞാനിങ്ങനെ ആലോചിക്കുന്നതാണ് അത് മാത്രമാണ്. ബിക്കോസ് ഞാൻ ഇത്രയും ഈ ഒരു കാര്യത്തിനെ പറ്റി ആലോചിച്ചിരിക്കുന്ന ഒരാളല്ല. ആലോചിച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ. ബിക്കോസ് ഫോർ മീ ഇറ്റ് ഇസ് എ ഷോ. അത് കഴിഞ്ഞ 3 മാസം അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഒരു 3 മാസം അത് തീർന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചിരിക്കുകയോ അതിൻ്റെ ഇതിൽ നടന്നിട്ട് കാര്യമില്ല. ഐ നീഡ് ടു ലുക്ക് ഫോർ അനദർ വർക്ക് തിങ്സ്. അതാണ് എനിക്ക് തോന്നുന്നു. ഞാൻ എപ്പോഴും ഐ ലവ് ദ ഷോ, പക്ഷെ ഒരു ഫാൻ ബോയ് ആയിട്ടല്ല, ഒരു ക്രിയേറ്റർ ആയിട്ടാണ് ഇതെനിക്കിഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷോയുടെ പാക്കപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിനെപ്പറ്റി ആലോചിക്കാറോ അതിനെപ്പറ്റി വെച്ചുകൊണ്ടിരിക്കലോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ആ റിലേഷൻഷിപ്പ് ആൾക്കാരായിട്ടുള്ളത് അത് ഷോ മാത്രമാണ്. സാറ്റർഡേ സൺഡേ സിബിൻ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചത് ഒരു സ്ക്രിപ്റ്റിന്റെ പുറത്താണെന്നുള്ള സംസാരമുണ്ട്. ഇത് ബേസിക്കലി ഐ ഹാവ് നെവർ വർക്ക്ഡ് വിത്ത് എ സ്ക്രിപ്റ്റ്, ഒരു ഫോർമാറ്റ് സ്ക്രിപ്റ്റ് അല്ല. പക്ഷെ ഓഫ് കോഴ്സ് ഇത് ഞാൻ പേഴ്സണലി എടുക്കുന്ന ഒരു ഡിസിഷനും അല്ല ഇത്. ലൈക്ക് ഐ സെഡ്, നമ്മളതിൽ ക്രിയേറ്റീവായിട്ട് ഇതെങ്ങനെ എല്ലാം കൂടെ ഒരു എപ്പിസോഡാക്കി കൊണ്ടുവരാൻ പറ്റും. ടാസ്ക് വേണം, ഇത് എവിടെയൊക്കെ പ്ലേസ് ചെയ്ത് ഒരു എൻ്റർടൈനിങ് എപ്പിസോഡാക്കാൻ നോക്കുന്നത് നമ്മളാണ്. പക്ഷെ ഇതിൻ്റെ അത് കോണ്ടന്റ് എന്ന് പറയുന്നത് ഡിസ്കസ് ചെയ്യാനായിട്ട് ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് ഡിസിഷൻ എടുത്തിട്ട് ഒരു ഷോ ചെയ്യാൻ പറ്റില്ല. അറിയായിരിക്കും, യു വിൽ ബി നോയിങ് ഇറ്റ് ബെറ്റർ. യു ഹാവ് എ ചാനൽ ഹെഡ്, യു ഹാവ് എ റിയാലിറ്റി ഹെഡ്, യു ഹാവ് എൻ പ്രൊജക്ട് ഹെഡ് ഫോർ എൻ്റെ മോൾ. അപ്പോൾ ഇവരെല്ലാവരും, പിന്നെ റിയാലിറ്റി ഹെഡ് ഉണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഇരുന്നൊരു മീറ്റിങ്ങിൽ നമ്മൾ തീരുമാനിച്ച് സംസാരിച്ച് ഇന്ന കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം, ഇന്ന രീതികളാണ്. ബിക്കോസ് ദിസ് ഇസ് ദ ഇഷ്യൂ ദാറ്റ് നീഡ്സ് ടു ബി ഡെൽറ്റ് വിത്ത്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മളൊരു റൺ ഓർഡർ വിൽ ഹാവ്. ഓക്കെ, ഇന്ന പോയിന്റ്സ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അത് നമ്മൾ ലാൽ സാറിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ലാൽ സാർ മോസ്റ്റ്ലി സാർ എപ്പിസോഡ് കണ്ടിട്ട്, ഇപ്പോൾ ഞാൻ ചെയ്ത 2 സീസണിലും സാർ എപ്പിസോഡ് കാണാറുള്ളതാണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു സാധനം മിസ്സായി പോയി തിരക്കുണ്ടെങ്കിൽ തന്നെയും സാർ പറയും, ഓക്കെ ഇങ്ങനൊരു സാധനം ഉണ്ടല്ലോ, ഞാൻ ഇന്ന് രാത്രി കാണാം. എന്നിട്ട് കണ്ടിട്ടാണ് സാറ് ഫ്ലോറിൽ വരുന്നത്. സോ അതിൻ്റെ ഒരു ഗുണം തിങ് എന്താ വെച്ചാൽ ഇറ്റ്സ് എ കോൺവെർസേഷൻ ദാറ്റ് ഹാപ്പൻസ്. വി ഹാവ് എ ടോപ്പിക്. വെൻ ദ ടോപ്പിക് ഇതാണ് നമുക്ക് അഡ്രസ്സ് ചെയ്യേണ്ട ടോപ്പിക്. ഈ അഡ്രസ്സ് ചെയ്യേണ്ട ടോപ്പിക്കിൽ ഇതാണ് നമ്മുടെ സബ് ടോപ്പിക്സ്. നൗ വി ഡിസ്കസ് അല്ലേ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന സാധനത്തിൽ നിന്നാണല്ലോ നമ്മൾ ഇവിടുന്ന് തിരിച്ച് പറയുക. അപ്പോൾ അതിൽ ഇതൊരു ആ ഒരു റിയാലിറ്റിയിൽ തന്നെ ആണ് അത് ഷൂട്ട് ചെയ്യുന്നത്. ഒരു ഹാർഡ് കോർ സ്ക്രിപ്റ്റ് ബൈൻഡ് ചെയ്തിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നതല്ല. പക്ഷെ ഓഫ് കോഴ്സ് വി ഹാവ് പോയിന്റേഴ്സ്. അത് വേണമല്ലോ, അല്ലാതെ നമുക്ക് ഷോ ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു പോയിന്റർ ഇല്ലാതെ, അല്ലെങ്കിൽ എന്താ ഡിസ്കസ് ചെയ്യേണ്ടതെന്ന് ഒരു അജണ്ട ഇല്ലാതെ ചെയ്യാൻ പറ്റില്ല. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.